സോ അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് 3 ആണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. ഇതിൽ നമ്മൾ കവർ ചെയ്യാൻ ഒരു 3 ടോപ്പിക്സും കൂടി ഉണ്ടാവും. അത് ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ദെൻ തിയറി, പിന്നെ ലീഡർഷിപ്പ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻ്റ് അല്ലേ? ഓക്കെ, ഇവിടെ വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ മാനേജ്മെന്റ് എന്താണ്, അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ അതിന്റെ സിമിലാരിറ്റീസ്. ജസ്റ്റ് 1 minute. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റിലും നമ്മൾ മാനേജ്മെന്റ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തതാണ്. ദെൻ തേർഡ് യൂണിറ്റിൽ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് പറഞ്ഞു. സോ അതിൻ്റെ സിമിലാരിറ്റീസ് ഡിസ്കസ് ചെയ്തു. ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസ് ആണ്. എന്തൊക്കെ ഡിഫറൻസ് ആണ് മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും തമ്മിൽ? സിംപ്ലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ടോപ്പ് ലെവലാണ്, മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മിഡിൽ ആൻഡ് ലോവസ്റ്റ് ആണ്. ഇവർ എന്തൊക്കെയായിരിക്കും മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ തമ്മിലുള്ള ഡിഫറൻസ്? പ്രോഫിറ്റ് മേക്കിങ്ങിന്റെ കാര്യം എങ്ങനെയായിരിക്കും? മാനേജ്മെന്റ് ആണോ അഡ്മിനിസ്ട്രേഷൻ ആണോ പ്രോഫിറ്റ് മേക്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? മാനേജ്മെന്റ് അല്ലേ പ്രോഫിറ്റ് മേക്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ മാനേജ്മെന്റിന്റെ കാര്യം വരുമ്പോൾ പ്രോഫിറ്റ് മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഗോളാണ്. പക്ഷെ അഡ്മിനിസ്ട്രേഷന്റെ കാര്യം വരുമ്പോൾ അതൊരു പ്രൈമറി ഗോളല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇനി ഇതിന്റെ ഡിഫറൻസ് നോക്കിയാൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, മിഡിൽ ആൻഡ് ലോവർ ലെവലാണ്. ദെൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവലാണ് അല്ലേ? മാനേജ്മെന്റിൽ എങ്ങനെയാണ് വർക്ക് വരുന്നത്? പുട്ടിംഗ് പ്ലാൻസ് ആൻഡ് പോളിസീസ് ഇൻ ടു ആക്ഷൻ. എന്നാൽ ഇതേ ടൈമിൽ അഡ്മിനിസ്ട്രേഷനിൽ എങ്ങനെയാണ് വരുന്നത്? പ്ലാൻസും പോളിസീസൊക്കെ എന്താണ് ആക്ച്വലി അവിടെ ഫോർമുലേറ്റ് ചെയ്യാണ് അല്ലേ? പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നു, പോളിസീസ് ഫ്രെയിം ചെയ്യുന്നു, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു. ഇനി രണ്ടിലും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് എന്താണ്, ഹൂ വിൽ ഡു ദ വർക്ക് ആൻഡ് ഹൗ ഇറ്റ് വിൽ ബി ഡൺ എന്നാണ്. എന്നാൽ അഡ്മിനിസ്ട്രേഷൻ ആവുമ്പോഴോ വാട്ട് ഷുഡ് ബി ഡൺ ആൻഡ് വെൻ ഇറ്റ് ഷുഡ് ബി ഡൺ. മാനേജ്മെന്റ് കേസിൽ അല്ലേ, ഇത് ആര് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് മാനേജ്മെന്റിൽ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ. പക്ഷെ അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിലാവുമ്പോൾ എന്ത് ചെയ്യും, എപ്പോൾ ചെയ്യണം എന്നുള്ളതാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷനും തമ്മിൽ? ഫാത്തിമ, Fatima, are you there? ചെറിയ തെറ്റിലായിട്ട് റെക്കോർഡ് ഓൺ ചെയ്തു പോയതാണ്.
ഓക്കെ. ഓക്കെ ശരി. സോ ബേസിക്കലി ആയിട്ട് മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മിഡിൽ ആൻഡ് ലോവർ ലെവലാണ്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവലാണ്. ആൻഡ് മാനേജ്മെന്റിൽ തന്നെ നമ്മൾ ആര് ചെയ്യും അല്ലേ, ഹൂ വിൽ ഡു ദ വർക്ക് ആൻഡ് ഹൗ വിൽ ബി ആൻഡ് ഹൗ ഇറ്റ് വിൽ ബി ഡൺ അല്ലേ, ആര് ചെയ്യും എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് മാനേജ്മെന്റിൽ വരുന്നത്. പക്ഷെ അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലോ എന്ത് ചെയ്യണം അതേപോലെ തന്നെ എപ്പോൾ ചെയ്യണം എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷനിൽ ഫോളോ ചെയ്യുന്നത്. ഇവിടെ അഡ്മിനിസ്ട്രേഷന്റെ കാര്യം വരുമ്പോൾ ആക്ച്വലി പ്ലാൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പോളിസീസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രെയിം ചെയ്യുന്നുണ്ട്, ദെൻ ഒബ്ജക്റ്റീവ്സ് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ എങ്ങനെയാണ്, ഇപ്പം നേരെ തിരിച്ച് ആ പ്ലാൻസും പോളിസീസും ഒക്കെ ആക്ഷനിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ. ഇനി അടുത്തൊരു ടോപ്പിക്ക്, നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാണ്. ഓക്കെ, ഇനി എല്ലാവരും ഇവിടെ ലിസൺ ചെയ്യണേ. ഇനി റെക്കോർഡ് ഓൺ ആക്കി പോരുത്. ഇനി നമ്മൾ ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് പറയുന്നത്. നമ്മൾ ലീഡർഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ അഡ്മിനിസ്ട്രേഷനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ 3 ടൈപ്സ് അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്. ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്, ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്, ആൻഡ് ദെൻ ലെസിഫെയർ അഡ്മിനിസ്ട്രേഷന് വരുന്നുണ്ട്. പക്ഷേ ഈ 3 അഡ്മിനിസ്ട്രേഷന് മുന്നേ ആയിട്ട് ബേസിക്കലി അഡ്മിനിസ്ട്രേഷനെ ഒരു 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അത് സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ആണ്. ഓക്കെ, ഇപ്പോൾ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആ ഒരു പവർ എന്ന് പറയുന്നത് ടോപ്പ് ലെവലിലാണ്. ഓക്കെ, ടോപ്പ് ലെവലിൽ ആരാണോ ഇരിക്കുന്നത് അവർക്ക് മാത്രമാണ് ഡിസിഷൻ മേക്കിങ്ങിനുള്ള പവർ ഉള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ CEO ഒക്കെ അല്ലേ, അല്ലെങ്കിൽ ആ ഒരു ഹെഡ് ഓഫീസിൽ വരുന്ന ആളുകൾ, ഇതൊക്കെയാണ് ഒരു ടോപ്പ് ലെവലിൽ അല്ലേ ഡിസിഷൻ മേക്കിങ്ങിന്റെ, ഇവർക്കൊക്കെയാണ് ആ ഒരു പവർ ഉള്ളത്. എന്നാൽ നേരെ തിരിച്ച് ഡീസെൻട്രലൈസേഷൻ വരുമ്പോഴോ അല്ലേ, അനദർ ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അവിടെ മെയിനായിട്ടും ലോക്കൽ മാനേജേഴ്സും അതുപോലെ അവിടെയുള്ള ഒരു ടീം ഉണ്ടാവുമല്ലോ, അവരൊക്കെയാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ഇവിടെ ടോപ്പ് ലെവലിന്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഏതിൽ, ഡീസെൻട്രലൈസേഷനിൽ. ഡിസിഷൻ മേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ലെവൽസ് അല്ലെങ്കിൽ ഡിഫറെന്റ് യൂണിറ്റിൽ അത് എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ സെൻട്രലൈസ്ഡ് ആകുമ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ എടുത്തിട്ട് പിന്നെ ലോവർ ലെവലിൽ വരുന്ന മാനേജേഴ്സും എംപ്ലോയീസ് എല്ലാം അത് ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി അഡ്മിനിസ്ട്രേഷനെ 2 ടൈപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ്. ഓക്കെ, സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ ടോപ്പ് ലെവലിൽ ഇരിക്കുന്നവരാണ് ഡിസിഷൻസ് എടുക്കുന്നത്, അവർക്കാണ് ആ പവർ ഉള്ളത്. ആൻഡ് ദെൻ മാനേജേഴ്സും എംപ്ലോയീസും ഒക്കെ എന്താണ് അത് ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ഡീസെൻട്രലൈസ്ഡ് ആകുമ്പോഴോ അവിടെ ലോക്കൽ മാനേജേഴ്സിനും ടീമിനൊക്കെ ഡിസിഷൻസ് എടുക്കാം. അവർ ആ ഒരു ടോപ്പ് ലെവലിൽ അവരുടെ ഒരു അപ്രൂവലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതാണ് സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും തമ്മിലുള്ള ഒരു ആ ഒരു 2 ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലീഡർഷിപ്പ് ബേസ് ചെയ്തിട്ട് അഡ്മിനിസ്ട്രേഷനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ, ദെൻ ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലെസിഫെയർ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഇതിന് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പാർട്ടിസിപ്പേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ എന്നുകൂടി പറയുന്നുണ്ട്. നമ്മൾ ആക്ച്വലി മാനേജ്മെന്റിന്റെ ചാപ്റ്റർ പഠിച്ച ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, 2 ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് വരുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് വരുന്നുണ്ട്, നോൺ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് എന്ന് വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതേപോലെയാണ് ഇവിടെ അഡ്മിനിസ്ട്രേഷനിൽ എന്താണ് ഈ ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പാർട്ടിസിപ്പേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നുണ്ട്. ഇത് പാർട്ടിസിപ്പേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ എന്നുകൂടി അറിയപ്പെടുന്നു എന്നില്ല, എന്തുകൊണ്ടായിരിക്കും, ഇവിടെ ഡിസിഷൻ മേക്കിങ്ങിൽ എന്താണ് എല്ലാവരും ഇൻവോൾവ് ആവുന്നുണ്ട് അല്ലേ. ഇതൊരു തരം എന്താ പറയാ, ഒരു ഇൻക്ലൂസീവ് ഡിസിഷൻ മേക്കിംഗ് ആണ് അല്ലേ.
ഇൻവോൾവ് സ്റ്റാഫ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതേപോലെ തന്നെ ഇവിടെ എല്ലാവരും ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഇത് ആക്ച്വലി ഒരു ടീം വർക്കും കൂടിയാണ് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ കറക്റ്റ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് പറഞ്ഞത് ഓർക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ് സെയിം ഇത് വരുന്നത്. ഇവിടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, ഇവിടെ ഒരു ടീം വർക്ക് വരുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ആക്ച്വലി ഓരോ വ്യക്തികളിലും ഇവിടെ എന്താണ് മോട്ടിവേഷൻ അവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. എല്ലാവരും ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ക്രിയേറ്റിവിറ്റിയും അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ അഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് എല്ലാ സ്റ്റാഫും ഇവിടെ ഇൻവോൾവ് ആണ് അല്ലേ. അതേപോലെ തന്നെ എന്താണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു കോപ്പറേഷനും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ സ്ലോ ഡിസിഷൻ ആണല്ലേ. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് അവിടെ സ്ലോ ആയിരിക്കും ഏതിലെ ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷനിൽ. നിങ്ങൾക്ക് ഇത്ര ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ. ഈ ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു എന്താ പറയാ ഒരു അതോറിറ്റി ബേസ്ഡും കൂടിയാണ്. ഇവിടെ ആക്ച്വലി സെൻട്രലൈസ്ഡ് പവർ ആൻഡ് കൺട്രോൾ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ബേസിക്കലി അഡ്മിനിസ്ട്രേഷനെ 2 ടൈപ്പ് ആക്കിയില്ലേ, ഒന്ന് സെൻട്രലൈസ്ഡ് ആണ്, ഒന്ന് ഡീസെൻട്രലൈസ്ഡ് ആണ്. ആക്ച്വലി ഇവിടെ ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ഫോളോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൂടിയാണ്. കാരണം ഇവിടെ എന്താണ് ഡിസിഷൻസ് ഒക്കെ എന്താണ് മെയ്ഡ് ബൈ 1 പേഴ്സൺ ആണ് അല്ലെ. ഇവിടെ 1 പേഴ്സൺ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും ആ ഒരു ടോപ്പ് ലെവൽ അല്ലെങ്കിൽ ഒരു ആ ഹെഡ് എന്ന മീനിങ്ങിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റൂൾസ് ഒക്കെ എന്താണ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അല്ലെ. അവിടെ ഒരു ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടാവും. ജസ്റ്റ് 1 പേഴ്സൺ ഡിസിഷൻ എടുക്കുമ്പോൾ എന്താണ് ബാക്കി അതിന്റെ അണ്ടറിൽ വരുന്നവർ അല്ലെ, അതിപ്പോൾ മാനേജേഴ്സ് ആയിക്കോട്ടെ അവിടുത്തെ എംപ്ലോയീസ് ആയിക്കോട്ടെ അവരെല്ലാവരും അത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ട്രിക്റ്റ് റൂൾസ് ആണ് ഫോളോ ചെയ്യപ്പെടുന്നത്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഡിസിഷൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാം അല്ലെ. നമ്മളിവിടെ ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവിടെ ഡിസിഷൻസ് ആക്ച്വലി കുറച്ച് സ്ലോ ആണ്. കാരണം ഒരുപാട് ആളുകൾ അവിടെ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ അതൊരു ടീം വർക്ക് ആയതുകൊണ്ട് തന്നെ ദെൻ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അവിടെ ഡിസിഷൻ മേക്കിങ്ങിന് കുറച്ച് ടൈം എടുക്കും. എന്നാൽ ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് 1 പേഴ്സൺ ആണ് അവിടെ ഡിസിഷൻസ് എടുക്കുന്നത്. ബാക്കി അതിൻ്റെ അണ്ടറിൽ വരുന്നവർ അത് ജസ്റ്റ് ഫോളോ ചെയ്യായതുകൊണ്ട് തന്നെ ഇവിടെ ഡിസിഷൻസ് എല്ലാം പെട്ടെന്ന് എടുക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഓർഗനൈസ്ഡ് ആയിരിക്കും, ഒരു ക്ലിയർ സ്ട്രക്ചർ ഇവിടെ ഉണ്ടാവും. ഇനി അപ്പം നമ്മൾ ഈ ഡിസ്അഡ്വാൻറ്റേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും അല്ലേ. നേരത്തെ പറഞ്ഞതിന്റെ ഡെമോക്രാറ്റിക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. കാരണം ഇവിടെ സ്റ്റാഫിന്റെ ഇൻവോൾവ്മെന്റ് വളരെ ലോ ആയിരിക്കും അല്ലേ. അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എന്താ പറയാ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഫിയർ അല്ലേ ഫ്രം ദ സൈഡ് ഓഫ് സ്റ്റാഫും ഇവിടെ കൂടുതലായിരിക്കും. ഇനി അടുത്തൊരു അഡ്മിനിസ്ട്രേഷൻ വരുന്നത് ലേസിഫെയർ അഡ്മിനിസ്ട്രേഷൻ ആണ്. ആക്ച്വലി ഈ ലേസിഫെയർ ദാറ്റ് മീൻസ് അലോ ടു ഡു എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഇത് രണ്ടിന്റെയും ഒരിടയിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതായത് ഇവിടെ ഒരു ടോപ്പ് ലെവലിന്റെ ഒരു കൺട്രോൾ ഒന്നും കൂടുതലായിട്ട് വരുന്നില്ല. ഇവിടെ സ്റ്റാഫിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് അവരുടേതായിട്ടുള്ള ഫുൾ ഫ്രീഡത്തോട് കൂടിയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പാസീവ് ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ ആക്ച്വലി എന്താ പറയാ ഒരു ക്രിയേറ്റിവിറ്റിയും അതേപോലെ തന്നെ ഇന്നോവേഷൻസും എല്ലാം എൻകറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ കൂടി ആണ് ലേസിഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ എന്താണ് ഇതൊരിക്കലും എന്താണ് ഒരു ഓർഗനൈസ്ഡ് അല്ല അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് അല്ല അല്ലേ. അതുകൊണ്ട് ഇവിടെ ഡിസിപ്ലിൻ എന്ന ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും പ്രൊഡക്ടിവിറ്റി ഭയങ്കര ലോ ആയിട്ട് വരാൻ ചാൻസസ് കൂടുതലാണ്.
ഓക്കെ, ഇപ്പം നിങ്ങൾക്കൊരു ടേബിൾ കാണാൻ പറ്റുന്നില്ലേ? ഡെമോക്രാറ്റിക്, ഓട്ടോക്രാറ്റിക് ആൻഡ് ദെൻ ലിസിഫെയർ. സോ നമുക്കറിയാം ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ ഷെയർഡ് ആണ്, ഓട്ടോക്രാറ്റിക് എന്ന് പറയുമ്പോൾ സെൻട്രലൈസ്ഡ് ആണ്, മറ്റത് ഡെലിഗേറ്റഡ് ആണ്. ദെൻ സ്റ്റാഫ് ഇൻവോൾവ്മെന്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലോ ഡെമോക്രാറ്റിക് കുറച്ചുകൂടെ ഹൈ ആണ് അല്ലേ, ഓട്ടോക്രാറ്റിക് വളരെ ലോ ആണ്, ലിസിഫെയർ എന്ന് പറയുമ്പോൾ വെരി ഹൈ ആണ്. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു ഭയങ്കര ഫ്രീഡം ആണല്ലേ, അവർക്ക് അവിടെ ഓരോ സ്റ്റാഫിനും എന്ത് ചെയ്യണം എന്നുള്ളതിനുള്ള കൃത്യമായ ഒരു ഫ്രീഡം അവിടെ ഉണ്ട്. നമ്മൾ ലീഡർഷിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴും അത് നമ്മൾ ലിസിഫെയറിൽ നമ്മൾ പാസീവ് ആയിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റാഫ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ വെരി ഹൈ ആണ് അല്ലെ, ഡെമോക്രാറ്റിക്കിനെക്കാട്ടിലും കൂടുതലാണ്. ഓക്കെ, ലീഡർഷിപ്പ് സ്റ്റൈൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലിസിഫെയർ പാസീവ് ആണ്, ഓട്ടോക്രാറ്റിക് കൺട്രോളിംഗ് ആണ്, ഡെമോക്രാറ്റിക് എന്താണ് കൊളാബറേറ്റീവ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു 3 ടൈപ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ക്ലിയർ ആണോ? നിങ്ങൾ ആക്ച്വലി എക്സാമിന് എഴുതുന്ന ടൈമിൽ നിങ്ങൾ സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അതായത് ബേസിക് ആയിട്ട് നമ്മൾ അഡ്മിനിസ്ട്രേഷനെ നമ്മൾ 2 ടൈപ്പ് ആയിട്ടാണ്, സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ്. ദെൻ ലീഡർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡെമോക്രാറ്റിക്കും ഓട്ടോക്രാറ്റിക്കും ദെൻ ലിസിഫെയർ അഡ്മിനിസ്ട്രേഷനും ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത്ര ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു 3 ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷനും ആക്ച്വലി എന്താണ്, അതിൻ്റെതായിട്ടുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എല്ലാം ഉണ്ടാവും. അപ്പൊ ഇതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ അല്ലേ. ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ, നമ്മളിതിൽ ഈ ഒരു ലീഡർഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഈ 3 ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ ഏതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ, അത് ആ സിറ്റുവേഷൻ അനുസരിച്ച് ഇരിക്കും. അത് ആ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. ആൻഡ് ദെൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗോൾ അല്ലേ, ആ ഗോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ നമ്മളെ ടീമിന്റെ ഒരു കാപ്പബിലിറ്റീസ്, ഇത് ഏത് തരം അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഏത് ടൈപ്പ് അഡ്മിനിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിലും അതിൽ വരുന്ന ആ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ആ ഒരു ടീം അതിന്റെ കാപ്പബിലിറ്റീസിനെയും കൂടി ബേസ് ചെയ്തിട്ടിരിക്കും അല്ലേ. ഇപ്പൊ നമ്മൾ ഒരു സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 ടൈപ്സും അവിടെ കമ്പൈൻ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ അല്ലേ. ഈ 3 ടൈപ്സും നമുക്കൊരു സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ 3 ടൈപ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷനും അവിടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നത് തിയറീസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ്. ആ ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് തിയറീസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. ഇതിൽ തന്നെ ബേസിക്കലി 5 ടൈപ്പ് ഓഫ് തിയറീസ് ആണ് ഉള്ളത് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. ഫസ്റ്റ് വൺ ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി വരുന്നുണ്ട്, ആൻഡ് ദെൻ ക്രിട്ടിക്കൽ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ തിയറി വരുന്നുണ്ട്, ദെൻ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് വരുന്നുണ്ട്, ദെൻ ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്, ദെൻ പോസ്റ്റ് ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്. ഓക്കെ, ഇങ്ങനെ 5 തിയറീസ് ആണ് വരുന്നത്. ഇതിൽ തന്നെ നമ്മൾ ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി എടുക്കുക. ഫസ്റ്റ് തിയറി ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി. ഈ ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി വീണ്ടും ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 2 ടൈപ്പ് ഓഫ് തിയറീസ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്നും അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി എന്നും ഇങ്ങനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെയായിട്ട് 2 ടൈപ്പ് ഓഫ് തിയറീസ് മെൻഷൻ ചെയ്യണം. സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്നും അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി എന്നും മെൻഷൻ ചെയ്യണം. So the first theory,
ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി. ഇവിടെ ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി പറയുമ്പോൾ ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, സയന്റിഫിക് ആൻഡ് ഇതിൽ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയും ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറിയും. ഇതിൽ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി അല്ലെ, ഫെഡറിക്കിനെ ബേസ് ചെയ്തിട്ട് അക്കോർഡിംഗ് ടു ഫെഡറിക് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, എഫിഷ്യൻസിക്കും പ്രൊഡക്ടിവിറ്റിക്കും ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ്, പിന്നെ ടാസ്ക് ഒക്കെ എന്താണ്, സ്പെഷ്യലൈസേഷൻ ആണ്. ദെൻ അവിടെ സൂപ്പർവിഷനും ഉണ്ട്. ഇനിയിപ്പോൾ അഡ്മിനിസ്ട്രേഷന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി ആണെങ്കിൽ അത് ഹെൻറിയുടെ ഒരു തിയറിയാണ്. അതിൽ 14 പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞ പോലെ അല്ലെ, ഫങ്ഷൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് അതിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ് അല്ലെ, പിന്നെ നമ്മൾ ഈ ഇവാലുവേഷൻ, കമ്മ്യൂണിക്കേഷൻ, കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇതിന് മുന്നേയൊക്കെ. ഫങ്ഷൻസ് ഓഫ് തിയറി, അഡ്മിനിസ്ട്രേഷന്റെ ഫങ്ഷൻസ് പറഞ്ഞ ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറിയിലും എന്താണ് ഈ ഒരു ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇതിനാണ് ഫോക്കസ് കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് ഓർഗനൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ഫോമൽ സ്ട്രക്ചറും കൂടിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറിയിൽ വരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടൈം ആൻഡ് മോഷൻ സ്റ്റഡീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിപ്പോ സയന്റിഫിക്കലി ആണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ടാവും. നമ്മളിപ്പോ ജസ്റ്റ് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ടാസ്കിന് എന്താണ് അവിടെ ബ്രേക്ക് ചെയ്യും അല്ലെ, ബ്രേക്ക് ടാസ്ക് ഇൻ ടു സ്മോൾ അല്ലെ. ഇപ്പൊ വലിയൊരു ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്തിട്ട് സ്മോൾ ടാസ്ക് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള ഒരു മെഷറബിൾ സ്റ്റെപ്സ് ഈ ഒരു സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയിൽ വരും. പിന്നെ സയന്റിഫിക് ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഇരിക്കും, അവിടെയുള്ള വർക്കേഴ്സ് എന്താണ് ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും മാക്സിമം ഒരു എന്താ പറയാ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം എഫിഷ്യൻസി കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയും കൂടി അപ്ലൈ ചെയ്യുന്നതാണല്ലേ. ഓക്കെ, സോ നെക്സ്റ്റ് തിയറി വരുന്നത് അതിന് മുന്നേ ആയിട്ട് ഇവിടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി ആക്ച്വലി ഒരു 14 പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. ഓക്കെ, അതിൽ 14 പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറിന്റെ അണ്ടറിൽ 14 പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. അതായത് അവിടെ സ്പെഷ്യലൈസേഷൻ ആണ് വരുന്നത്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അതായത് മാനേജേഴ്സിന്റെ ഒരു പവർ ഉണ്ടാവുമല്ലോ, അതാണ് ഇവിടെ റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ ഡിസിപ്ലിൻ. ഇവിടെ ഡിസിപ്ലിൻ ആകുമ്പോൾ എന്താണ് അവിടെ കൃത്യമായിട്ടുള്ള ഒരു ക്ലിയർ റൂൾസ് അവിടെ ഉണ്ടാവും അല്ലെ, അത് ഒബേ ചെയ്യപ്പെടണം. ദെൻ യൂണിറ്റി ഓഫ് കമാൻഡ് അടുത്ത പ്രിൻസിപ്പിൾ വരുന്നത്. ഓക്കെ, അവിടെ ഒരു ടോപ്പ് ലെവലിൽ ഒരാളുണ്ടാവും, ആളായിരിക്കും കമാൻഡ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഓരോ വർക്കേഴ്സും അത് ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ അതിൽ ഈച്ച് വർക്കേഴ്സിലെ ഓരോ വർക്കേഴ്സും എന്താ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ജസ്റ്റ് 1 പേഴ്സണോടായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ വരുന്നത് യൂണിറ്റി ഓഫ് ഡിറക്ഷൻ ആണ് അല്ലെ. ഏതൊരു ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിലും അതിനെന്താണ് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ, ആ പ്ലാൻ ആയിരിക്കുമല്ലോ ഫോളോ ചെയ്യപ്പെടുന്നത്. ദെൻ അടുത്തൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഗോൾസ് ആണ് അല്ലെ. ഓർഗനൈസേഷണൽ ഗോൾസും അതേപോലെ തന്നെ പേഴ്സണൽ ഗോൾസും അവിടെ ഉണ്ടായിരിക്കും. അതായത് ഒരു ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് അവിടെ ഉണ്ടാവും. ആൻഡ് ദെൻ നെക്സ്റ്റ് വരുന്നത് ഫെയർ പേ ഫോർ വർക്കേഴ്സ് ആണ്.
ഓക്കെ. ആൻഡ് ദെൻ അടുത്തൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആണല്ലേ. ഇതിന്റെ രണ്ടിന്റെയും ബാലൻസ് വരുന്നുണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറിയിലെ സെൻട്രലൈസേഷന്റെയും ഡീസെൻട്രലൈസേഷന്റെയും ഒരു ബാലൻസ് വരുന്നുണ്ട്. എന്തിലാണ് ആ ബാലൻസ് വരുന്നത്? ഡിസിഷൻ മേക്കിംഗ് പവറിലാണ് ആ ഒരു ബാലൻസ് മെയിൻ ആയിട്ടും വരുന്നത്. ഓക്കെ. ഓക്കെ, ദെൻ ഓർഡർ വരുന്നുണ്ട്, ദെൻ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, ഇനിഷ്യേറ്റീവ് വരുന്നുണ്ട്. പിന്നെ ഓരോ എംപ്ലോയീസിന് എന്താണ് കൃത്യമായിട്ട് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അവിടെ ഉണ്ടായിരിക്കണം. ഫെയർ ട്രീറ്റ്മെന്റ് ഫോർ എംപ്ലോയീസ്. ദെൻ ലാസ്റ്റ് വൺ ടീം സ്പിരിറ്റ്. ഓക്കെ, ഇങ്ങനെ 14 പ്രിൻസിപ്പിൾസ് ആണ് അഡ്മിനിസ്ട്രേറ്റീവില് വരുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് തിയറി ഓഫ് മാനേജ്മെന്റിൽ വരുന്നത്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ അതിൽ കൊടുക്കേണ്ട ഫോക്കസ് എന്താണ്? അതിലെ പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്, ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറിയിലാണ് വരുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറിയിൽ ടോട്ടൽ എന്താണ് ഒരു 14 പ്രിൻസിപ്പിൾസ് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയിലും അല്ലെ, ഫെഡറിക്കിന്റെ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയിലും ഒരു 4 പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സയന്റിഫിക് ജോബ് അനാലിസിസ് ആൻഡ് ദെൻ സെലക്ഷൻ ഓഫ് പേഴ്സൺ ആൻഡ് ദെൻ മാനേജ്മെന്റ് കോർപ്പറേഷൻ ആൻഡ് ഫങ്ഷണൽ സൂപ്പർവൈസിങ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ സയന്റിഫിക് ആയതുകൊണ്ട് തന്നെ അറിയാലോ, ആക്ച്വലി അവിടെ ഒരു ഒബ്സർവേഷൻ വരും, അതേപോലെ തന്നെ ഡാറ്റ കളക്ഷൻ വരും, കൃത്യമായിട്ടുള്ള ഒരു മെഷർമെന്റ് ഉണ്ടാവും അല്ലെ. ആൻഡ് ദെൻ ഇപ്പോൾ സെലക്ഷൻ ഓഫ് പേഴ്സണൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, സയന്റിഫിക്കലി ആയിരിക്കും ഇവിടെ സെലക്ട് ചെയ്യുന്നത് അല്ലെ. അതായത് നമ്മൾ ഒരു ട്രഡീഷണൽ വേ എങ്ങനെയായിരുന്നു, ആ ഒരു വർക്കേഴ്സ് എന്താണ് അവർ ചൂസ് ചെയ്യും അല്ലെ. ദേ ചൂസ് ദെയർ ഓൺ വർക്ക് ആൻഡ് ട്രെയിൻ ദംസെൽഫ് അല്ലെ. അവർ സ്വയം ട്രെയിൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെ ഈ ഒരു സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ആക്ച്വലി ഇവിടെ സയന്റിഫിക്കലി ആണ് സെലക്ട് ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ അവിടെ എന്താ പറയുക, വർക്കേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, ടീച്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി മാനേജ്മെന്റിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, അവിടെ മാനേജേഴ്സ് എന്താണ് ഷുഡ് കോപ്പറേറ്റ് വിത്ത് വർക്കേഴ്സ്. ഓക്കെ, അവിടെ വർക്കേഴ്സ് ആയിട്ട് കോപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയും അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറിയിലും വരുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക, ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി ആണ്. ഈ ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറിനെ നമ്മൾ രണ്ടായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊന്ന് പറയുന്നത് സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയാണ്, ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറിയാണ്. ഈ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് എന്താണ്, എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും ഒക്കെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ബിഗ് ടാസ്കുകളൊക്കെ എന്താണ് ബ്രേക്ക് ചെയ്തിട്ട് സ്മോൾ ടാസ്കുകളാക്കി മാറ്റുന്നുണ്ട്. പിന്നെ ഇത് ഫോളോ ചെയ്യുന്നത് ഒരു 4 പ്രിൻസിപ്പിൾസ് ആണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ഫോളോ ചെയ്യപ്പെടുന്നത്. ഇനി ഇൻ കേസ് എന്താ പറയാ, അഡ്മിനിസ്ട്രേഷന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഒരു 14 പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് അവിടുത്തെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ് അല്ലെ, കമ്മ്യൂണിക്കേറ്റിംഗ്, ഡിറക്റ്റിംഗ്, ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറിയിലെ ഫങ്ഷൻസ് വരുന്നത്. ഓക്കെ, ഇതൊരു ഫോർമൽ സ്ട്രക്ചറും കൂടിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി ക്ലിയർ ആണോ? ഈ ഒരു സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയും അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറിയും. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ ജിൻഷ.
ഓക്കെ, അടുത്ത തിയറി വരുന്നത് ക്രിട്ടിക്കൽ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ തിയറിയാണ്. ഓക്കെ, ആ ഒരു പേര് പോലെ തന്നെ എന്താണ് ഇവിടെ ക്രിറ്റിസിസം ആണ് വരുന്നത് അല്ലെ. ഇവിടെ ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ എന്താ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തിയറിക്ക് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും. ഓക്കെ, ഇവിടെ ചലഞ്ച് ചെയ്യുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹൈറാർക്കിൽ മോഡൽ ഓഫ് എന്താ പറയാ ഒരു ലീഡർഷിപ്പ് വരുന്നുണ്ടല്ലോ, അതിനൊക്കെയാണ് ഇവിടെ ചലഞ്ച് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഫോക്കസ് കൊടുക്കുന്നത് എന്തൊക്കെയൊക്കെയാണ് സോഷ്യൽ ജസ്റ്റിസ് അല്ലെ. ഇപ്പൊ നമ്മൾ എഡ്യൂക്കേഷന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സോഷ്യൽ ജസ്റ്റിസ്, അതേപോലെ ഈക്വാലിറ്റി, ഇതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ സ്കൂളിന്റെ കാര്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ എന്താ പറയാ ക്ലാസിന്റെ പേരിലും ജെൻഡറിന്റെ പേരിൽ റേസിന്റെ പേരിലൊക്കെ നമ്മളവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ വരുമല്ലോ. ഓക്കെ, ഇതിനെല്ലാം അവിടെ എക്സാമിൻ ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ലീഡർഷിപ്പിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഈ ക്രിട്ടിക്കൽ എഡ്യൂക്കേഷണൽ തിയറിയിൽ എന്താണ് വരുന്നത്, ആക്ച്വലി ഇവിടെ ആ ഒരു ടോപ്പ് ലെവലിനാണ് പവർ എന്ന് പറയുന്നില്ലേ, അതിനിവിടെ റിജക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ എന്താണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് എന്താണ് ഷെയർഡ് ആവണം അല്ലെ, ഷെയർ ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ക്രിട്ടിക്കൽ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ തിയറി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ടൈപ്പ് ഓഫ് തിയറി പഠിച്ചില്ലേ, അതിലിപ്പോൾ നമ്മൾ ഒരു എന്താ പറയാ ഡെമോക്രാറ്റിക് തിയറി പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആ മാനേജ്മെന്റ് പഠിച്ച സമയത്ത് നമ്മൾ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയില്ലേ, ഇതിലൊക്കെ പറയുന്ന സെയിം കാര്യം തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ തിയറി ഇവിടെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പും കൂടിയാണ്. ഓക്കെ, ആ ഒരു ടോപ്പ് ലെവലിന് പവർ കൊടുത്തിട്ട് അവർ പറയുന്നത് ആ ഒരു എന്താ പറയാ ലോവർ ലെവലിൽ വരുന്നവര് ഫോളോ ചെയ്യുക എന്നതിന് പകരം അല്ലെങ്കിൽ അത് ഒബേ ചെയ്യാന്നുള്ളതിന് പകരം എന്താണ് ഇവിടെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ലീഡർഷിപ്പാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ഇതാണ് ക്രിട്ടിക്കൽ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ തിയറി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നേരെ അഡ്മിനിസ്ട്രേഷൻ തിയറിയുടെ എന്താ പറയാ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് ക്രിട്ടിക്കൽ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ തിയറി വരുന്നത്. ഓക്കെ, അടുത്ത തിയറി വരുന്നത് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ആണ്. ഓക്കെ, ഇത് ആക്ച്വലി ഹോത്തോൺ സ്റ്റഡീസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, എന്തായിരിക്കും ഒരു ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് തിയറി എന്ന് പറയുമ്പോൾ? ഇവിടെ ഫോക്കസ് കൊടുക്കുന്നത് എന്തിനായിരിക്കും? എംപ്ലോയിന്റെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അല്ലെ, അതേപോലെ മോട്ടിവേഷൻ. ഇപ്പൊ നമ്മൾ വർക്കേഴ്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി എന്താണ് വർക്കേഴ്സ് ജസ്റ്റ് എന്താ പറയാ ഒരു കറക്റ്റ് ഒരു സാലറി കിട്ടുന്നുണ്ട് എന്നതിന്റെ പേരിൽ മാത്രമല്ലല്ലോ അവരുടെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൃത്യമായിട്ട് 1 month ജോബ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സാലറി കിട്ടും, ഇത് മാത്രമല്ലല്ലോ വരുന്നത് അല്ലെ, അത് മാത്രമാണ് മോട്ടിവേഷൻ വരുന്നത് അല്ല, അപ്രിസിയേഷൻ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അതേപോലെ തന്നെ അല്ലെ സോഷ്യൽ നീഡ്സും റെക്കഗ്നീഷൻ അല്ലേ, റെക്കഗ്നീഷനിലാണ് ശരിക്കും അപ്രിസിയേഷൻ വരുന്നത്. അല്ലെ, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അതേപോലെ റിവാർഡ്സ് കൊടുക്കുക, അവർക്കൊരു ഫ്രണ്ട്ലി ആയിരിക്കണം അല്ലെ, അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്പേസ് എന്തായിരിക്കും ഫ്രണ്ട്ലി ആയിരിക്കണം. ഇനിയിപ്പോ ലീഡർഷിപ്പിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലോ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചില്
ലീഡർഷിപ്പ് എങ്ങനെയായിരിക്കണം? ഒരു പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് ആയിരിക്കണം അല്ലെ? അപ്പോഴാണല്ലോ നമുക്കതൊരു ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് തിയറി ആണെന്ന് പറയാൻ പറ്റുക. ഇവിടെ ജസ്റ്റ് ടോപ്പ് ലെവലിൽ പറയുന്ന അതേ സെയിം കാര്യം ഫോളോ ചെയ്യാതെ എന്താണ് എംപ്ലോയീസിനെയും ലിസൺ ചെയ്യണം. ഓക്കെ, അപ്പൊ ആ രീതിക്ക് ആകുമ്പോൾ ഒരു പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് ആണ് വരേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എങ്ങനെയായിരിക്കും? 1 വേ ആണോ 2 വേ ആണോ? ഓക്കെ ഓക്കെ, ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ വരും അല്ലേ? ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ആക്ച്വലി എന്താണ് അതിപ്പോ ഒരു ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അതിന് കൃത്യമായിട്ടുള്ള ഒരു ബെനിഫിറ്റും അവിടെ ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ ഇവിടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ വരും. ജോബ് സാറ്റിസ്ഫാക്ഷൻ വരുമ്പോൾ തന്നെ ഹയർ പ്രൊഡക്ടിവിറ്റി അവിടെ ഉണ്ടാവും. ഇവിടെ എംപ്ലോയീസിനെ ലിസൺ ചെയ്യപ്പെടുമ്പോൾ എന്താണ് അവരുടെ ഐഡിയാസ് അവിടെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അത് ആക്ച്വലി അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുന്നതിന് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ അവരെന്താണ് അവർ ചെയ്യുന്ന കാര്യത്തിൽ ആ ജോബിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ? അവർ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഹയർ പ്രൊഡക്ടിവിറ്റിയും അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു ആക്ച്വലി ഇതൊരു എന്താ പറയാ ഹോത്തോൺ സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ ഹോത്തോൺ സ്റ്റഡീസിൽ മെയിൻ ആയിട്ടും പറയുന്നത് എന്താണ്, നമ്മള് ഈ വർക്കേഴ്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെ എന്താണ് അവരെ വാല്യൂ ചെയ്യണം, അവരെ റെസ്പെക്ട് ചെയ്യണം, അവരെ ലിസൺ ചെയ്യണം അല്ലെ? അവരെ അതേപോലെ തന്നെ ഒബ്സർവ് ചെയ്യണം. പക്ഷെ നമ്മളിപ്പോ ഒരു മാനേജ്മെന്റ് തിയറി ഒക്കെ ജസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന എന്താണ്, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തിയറി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും എന്താ പറയാ വർക്കേഴ്സിന്റെ ഒരു ഒബ്സർവേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. വർക്കേഴ്സിന് ഒരു വാല്യൂ കൊടുക്കുക, അല്ലെങ്കിൽ അവരെ റെസ്പെക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നില്ല. പക്ഷെ നമ്മളെ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് തിയറി പറയുന്നത് നമ്മൾ വർക്കേഴ്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് ഫീൽ ചെയ്യണം അല്ലേ? they have to feel observed and valued അല്ലെ? അവർക്ക് അവരെ ഒബ്സർവ് ചെയ്യപ്പെടുന്നുണ്ട്, അവരെ വാല്യൂ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അവരെ ലിസൺ ചെയ്യപ്പെടുന്നുണ്ട് എന്ന ഫീൽ അവർക്ക് വരണം. ഇതാണ് ഹോത്തോൺ എഫക്ട് തിയറിയിൽ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കേഴ്സിന് എന്താണ് ഒരു അറ്റൻഷൻ അവിടെ കൊടുക്കണം. ഓക്കെ, അടുത്ത തിയറി വരുന്നത് ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് ആണ്. ഈ ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് തിയറിയിൽ എന്താണ് ഇവിടെ സൈക്കോളജിയും സോഷ്യോളജിയും അതേപോലെ തന്നെ മാനേജ്മെന്റ് സയൻസും എല്ലാം ഇൻവോൾവ് ആണ്. എല്ലാത്തിനും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് എന്ന് പറയുന്നത് അല്ലെ? ഇവിടെ ഇപ്പൊ നമ്മൾ തൊട്ട് മേലെ പറഞ്ഞ എന്താണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അവിടെ എന്താണ് മെയിൻ ആയിട്ടും ഒരു മാനേജ്മെന്റ് സയൻസും സോഷ്യോളജിയൊക്കെയാണ്. പക്ഷെ ഇവിടെ ബിഹേവിയറൽ ആയതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ സൈക്കോളജി ഫാക്ടറും കൂടി അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ഓർഗനൈസേഷൻ സെറ്റിംഗിലെ ഒരു ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയായിരിക്കും അതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയും കൂടിയാണ് ഈ ഒരു ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് തിയറിയിൽ വരുന്നത് അല്ലെ? ഓരോ സ്റ്റാഫിന്റെയും നീഡ്സ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് അവർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവിടെ എക്സാമിൻ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ബിഹേവിയറൽ സയൻസ് അപ്രോച്ചിൽ ആക്ച്വലി മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സിന്റെ ആ ഒരു തിയറിയും പറയുന്നുണ്ട്. പിന്നെ മിക്ഗ്രെഗറിന്റെ എക്സ് ആൻഡ് വൈ തിയറിയും പറയുന്നുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ എടുത്ത ടൈമില് ഫസ്റ്റ് തിയറി ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറിയിൽ നമ്മൾ എന്താണ് മെയിൻ ആയിട്ട് 2 തരം തിയറീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സയന്റിഫിക് മാനേജ്മെന്റ് തിയറി, ഫെഡറിക്കിന്റെ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയും പറഞ്ഞു. അതേപോലെ തന്നെ ഹെൻറിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനി ബിഹേവിയറൽ സയൻസ് അപ്രോച്ചിൽ വരുമ്പോൾ ഇവിടെ മാസ്ലോന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്
മക്ഗ്രെഗറിന്റെ തിയറി ഓഫ് എക്സ് ആൻഡ് വൈയും പറയുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് മാസ്ലോ ഹൈറാർക്കി തിയറി നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവല്ലോ. ഇതെല്ലാം ഈ പറഞ്ഞ തിയറീസ് ഒക്കെ ഞങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, ഇതിൽ ഈ മാസ്ലോന്റെ തിയറിയിൽ വരുന്നത് ആക്ച്വലി 5 ലെവൽസ് ആണ്. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, ഇതൊരു നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിരമിഡ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് ഏറ്റവും ലോവസ്റ്റ് എന്താണ്? സൈക്കോളജിക്കൽ അല്ലേ, സൈക്കോളജിക്കൽ, ദെൻ സേഫ്റ്റി നീഡ്സ്, ആൻഡ് ദെൻ സോഷ്യൽ, എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ, ഇങ്ങനെയാണ് വരുന്നത്. ജിൻഷ് എന്തെങ്കിലും പറഞ്ഞോ? സോറി. Okay, physiological and then safety, social, esteem and self-actualization. Okay, thank you, Jinsha. Okay, ഇതിലെ physiological needs വരുമ്പോൾ എന്തൊക്കെയാ വരുന്നത്? നമ്മുടെ basic needs. Basic needs. Yes, food, water, അല്ലേ? റെസ്റ്റ്, ഇതിന് ബേസിക് ആയിട്ടുള്ള നീഡ്സ്. അപ്പോൾ സേഫ്റ്റി നീഡ്സ് ആകുമ്പോൾ അവിടെ നമുക്ക് ജോബ് സെക്യൂരിറ്റി, ഓക്കെ, എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റി വരുന്നുണ്ട് അല്ലേ, സെക്യൂരിറ്റി, ദെൻ സ്റ്റെബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് സോഷ്യലാണ്. ഓക്കെ, ഇവിടെ സോഷ്യൽ, അതാണ് ഇവിടെ ലവ് ആൻഡ് ബിലോങ്ങിങ്സ് എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഉദ്ദേശിച്ച സോഷ്യലാണ്, അതായത് സോഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്? റിലേഷൻഷിപ്പും കമ്മ്യൂണിറ്റിയും എല്ലാം. ഓക്കെ, ദെൻ എസ്റ്റീം. ഇവിടെ എസ്റ്റീമോട് ഉദ്ദേശിച്ചത് എന്താണ്? സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്ട്, നമ്മുടെ അച്ചീവ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി സെൽഫ് ആക്ച്വലൈസേഷൻ വരുന്നതോ പേഴ്സണൽ ഗ്രോത്ത്. ആക്ച്വലി ഇവിടെ ഈ മാസ്ലോന്റെ ഒരു തിയറി പറയുമ്പോൾ ബേസിക്കലി നമുക്ക് എന്താണ്? കുറച്ച് സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൈമറി ഗോൾസ് ആണ് അല്ലേ, ഫുഡും വാട്ടറും എന്നൊക്കെ പറയുന്നത് അല്ലേ. അത് കഴിഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് ബേസിക്കലി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത് നമുക്ക് എന്തായിരിക്കും വേണ്ടത്? ഒരു സേഫ്റ്റി ആണ് അല്ലേ. നമുക്കിപ്പോൾ എന്താ പറയുക, ബേസിക്കായിട്ട് നമുക്ക് ഭക്ഷണം ആവശ്യമാണ് അല്ലേ. അപ്പൊ നമുക്ക് ഫുഡും കാര്യങ്ങളും കിട്ടി കഴിഞ്ഞാൽ അടുത്ത ഒരു ആവശ്യം നമ്മൾക്ക് എന്തായിരിക്കും? ഒരു സെക്യൂരിറ്റി ആണല്ലേ, നമുക്കൊരു വീട് വേണം അല്ലേ, ഒരു ജോബ് വേണം, ഇതൊക്കെ ആയിരിക്കും നമ്മളെ സേഫ് ആക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് ദെൻ അടുത്തത് എന്തായിരിക്കും വരിക? സ്വാഭാവികമായിട്ടും നമുക്ക് ബേസിക് നീഡ്സ് അല്ലേ, അത് നമ്മളെ എന്താ പറയുക അവിടെ അറ്റൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റി, എന്താ പറയുക, ഒരു നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ്. അങ്ങനെയെങ്കിൽ അടുത്ത് നമുക്ക് തീർച്ചയായിട്ടും എന്തായിരിക്കും? ആ ഒരു എന്താ സോഷ്യൽ ആയിട്ടുള്ള ഒരു ലൈഫാണല്ലോ അടുത്ത് വരുന്നത് അല്ലേ. നമ്മളെ ഫാമിലി എന്നതിന് പുറമെ അടുത്തൊരു സ്റ്റെപ്പായിട്ട് വരുന്നത് എന്താണ്? സോഷ്യൽ ആയിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ നമ്മൾ റിലേഷൻഷിപ്പും ആ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ആ ഒരു എൻഗേജ്മെന്റ്, ഇതൊക്കെയാണ് അടുത്തതായിട്ട് വരുന്നത്. ആൻഡ് ദെൻ ഇതെല്ലാം വരുമ്പോൾ അവിടെ പിന്നെ അടുത്തത് എന്താണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും നമ്മുടെ സെൽഫ് വാല്യൂ, സെൽഫ് റെസ്പെക്ട്, ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ടും അടുത്തതായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടത് അല്ലേ, നമ്മുടെ അച്ചീവ്മെന്റ്സ് എല്ലാം. ഇതും കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അടുത്തത് എന്താണ് വരുന്നത് അല്ലേ. ഇതെല്ലാം ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിലായിരിക്കും? നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിലാണ് അല്ലേ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ബാക്കി എല്ലാ ബേസിക് കാര്യങ്ങളും റെഡി ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ പിന്നെ ഫോക്കസ് കൊടുക്കുന്നത് എന്താണ്? പേഴ്സണൽ ഗ്രോത്തിലാണ് നമ്മൾ പിന്നെ ഫോക്കസ് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊരു പിരമിഡ് പോലെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് ഇവിടെ ഫിസിയോളജിക്കൽ എന്ന് കൊടുത്തിട്ടുണ്ടാവും, ഏറ്റവും ടോപ്പിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്തൊരു തിയറി വരുന്നത് മക്ഗ്രെഗറിന്റെ എക്സ് ആൻഡ് വൈ തിയറിയാണ് വരുന്നത്. ഈ തിയറി ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ഇല്ലല്ലോ, ചാൻസ് ഇല്ല. ഓക്കെ, ഓക്കെ, ഇതിലിവിടെ ആക്ച്വലി തിയറി എക്സ് ആൻഡ് തിയറി വൈ എന്ന് പറയുന്നുണ്ട്. ഇവിടെ തിയറി എക്സിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി പറയുന്നത് ഈ വർക്കേഴ്സ് ഉണ്ടാവല്ലോ, അവർക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഒരു അംബീഷൻ ഇല്ല. ഓക്കെ, ഇതിപ്പോ ക്ലിയർ അല്ലേടാ സ്ക്രീന്?
സ്ക്രീൻ കാണുന്നു. എന്തോ ചേഞ്ച് വേണം. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ തിയറി ഓഫ് എക്സും തിയറി ഓഫ് വൈ ആണ് ഇതിൽ വരുന്നത്. അതിൽ തിയറി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ആളുകൾക്ക് ജോലി ചെയ്യാൻ എന്താണ് അവർക്കത് ഇഷ്ടമല്ല. ആൻഡ് ദെൻ പൊതുവെ എന്താണ് വർക്കേഴ്സ് മടിയന്മാരാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവർ മോണിറ്റർ ചെയ്യണം എന്നൊക്കെയാണ് തിയറി ഓഫ് എക്സിൽ പറയുന്നത്. എന്നാൽ തിയറി ഓഫ് വൈയിൽ പറയുന്നത് എന്താണ്, വർക്കേഴ്സിന് എന്താണ് അവരുടെ വർക്ക് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അവരെന്താണ്, അവർക്കൊരു പ്രത്യേകിച്ച് ഒരു ഗൈഡൻസോ അല്ലെങ്കിൽ മോട്ടിവേഷനോ ഒന്നും ആവശ്യമില്ല. അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആണ് അല്ലേ. അവരെന്താണ് സെൽഫ് മോട്ടിവേറ്റഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അവരെന്താണ് അവർ സീക്ക് ചെയ്യും, അത് കൃത്യമായിട്ട് ചെയ്യും എന്നൊക്കെയാണ് തിയറി ഓഫ് വൈയിൽ പറയുന്നത്. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള തിയറിയാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. തിയറി എക്സ് ആകുമ്പോൾ അവിടെ എന്താണ്, വർക്കേഴ്സ് മടിയന്മാരാണ്, അവർക്ക് ജോബ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എന്താ പറയാ, ഒരു ടോപ്പ് ലെവൽ കൺട്രോളിങ് അവിടെ ആവശ്യമാണെന്നുള്ള രീതിക്ക് അല്ലെ, ഒരു ലീഡർഷിപ്പും ഒരു ഗൈഡൻസും ഒക്കെ അവിടെ ആവശ്യമാണ്. അവിടെ ഒരു സ്ട്രിക്റ്റ് റൂൾസ് എല്ലാം കൊണ്ടുവരണം എന്നുള്ളതാണ് തിയറി ഓഫ് എക്സ് എന്ന് പറയുന്നത്. എന്നാൽ തിയറി ഓഫ് വൈ എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ്, വർക്കേഴ്സിന് അവിടെ എന്താണ് അവരുടെ വർക്ക് അവർക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും അല്ലെ. അവര് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അവർ കൃത്യമായിട്ട് ചെയ്യും. അവിടെ ഉള്ള റൂൾസ് അവർ കൃത്യമായിട്ട് ഒബേ ചെയ്യും. അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. അവർക്ക് പുറമെ നിന്നൊരു മോട്ടിവേഷന്റെ ആവശ്യം, ഒരു മാനേജർ അടുത്തുന്ന ഒരു മോട്ടിവേഷന്റെ ആവശ്യം, ഒരു ലീഡർഷിപ്പിന്റെ ആവശ്യം, ഒരു ഗൈഡൻസ് ഒന്നും ആവശ്യം വരില്ല. അവർ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നുള്ളതാണ് തിയറി ഓഫ് വൈയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ രണ്ട് തിയറി നിങ്ങൾ ബിഹേവിയറൽ സയൻസ് അപ്രോച്ചിലാണ് കൊടുക്കേണ്ടത്. ബിഹേവിയറൽ സയൻസ് അപ്രോച്ചിലാണ് മാസ്ലോന്റെ തിയറിയും അതേപോലെ തന്നെ മിക്ഗ്രെഗറിന്റെ തിയറി ഓഫ് എക്സ് ആൻഡ് വൈയും വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൽ ഒരു തിയറിയും കൂടി ആയിരിക്കും വരുന്നത്, പോസ്റ്റ് ബിഹേവിയറൽ സയൻസ് ഇറ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു തിയറിയിൽ എന്തൊക്കെയായിരിക്കും വരുന്നത്, ഇത് പോസ്റ്റ് ബിഹേവിയറൽ സയൻസ് ആണ് അല്ലെ. ഇവിടെ ടെക്നോളജിയും കൾച്ചറും അതേപോലെ തന്നെ സോഷ്യൽ ചേഞ്ചും എല്ലാത്തിനും ഇൻവോൾവ് ആക്കിയിട്ടുള്ള ഒന്നാണ് പോസ്റ്റ് ബിഹേവിയറൽ സയൻസ് ഇറ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ വർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് ഒരു പീപ്പിളിന്റെ ഫീലിങ്സോ അല്ലെങ്കിൽ റിവാർഡ്സോ ഒന്നും അല്ല. പക്ഷെ ഇപ്പത്തേതെന്ന് പറയുമ്പോ നൗ എന്താണ്, ഇത് കുറച്ച് ടെക്നോളജി പരവും അതേപോലെ തന്നെ എന്താ പറയാ പവർ ബേസ്ഡ് ഒക്കെയാണ്. കാരണം എന്താണ് ഇവിടെ കുറച്ചുകൂടെ ബിഗ് പ്രോബ്ലംസ് ആണ് വരുന്നത്. നമ്മളിപ്പോ ഒരു ഓൾഡ് വേയും ന്യൂ വേയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾഡ് വേയില് എന്താ പറയണത്, ആ ഒരു വർക്കേഴ്സ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ടീം വർക്കും ബോണസും ഒക്കെയാണ് വരുന്നത് സൈക്കോളജി പരമായിട്ട് പറയുകയാണെങ്കിൽ. പക്ഷെ നമ്മളെ ഒരു ന്യൂ വേ ആക്ച്വലി എന്താണ്, അയ്യോ സ്ക്രീൻ പോയിട്ടുണ്ടാവല്ലോ. ഓക്കെ, പക്ഷെ നമ്മുടെ ഈ ഒരു ന്യൂ വേ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇപ്പൊ എങ്ങനെയായിരിക്കും അല്ലെ, ഒരു AI കൊണ്ടുവന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു ടിക്ടോക്ക് എങ്ങനെ ഉപയോഗിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു ടെക്നോളജി പരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ.
ഓക്കെ, നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണോ? ഓക്കെ, അതായത് ആദ്യം നമ്മൾ ജോബ് ചെയ്തതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കൃത്യമായിട്ടൊരു സാലറി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ ഒരു ന്യൂ വേ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്, ഇവിടെ ടെക്നോളജിയുടെ ഡെവലപ്പ് വന്നവിടെ തന്നെ ആക്ച്വലി നമ്മൾ എന്താണ് ഒരു സാലറിക്ക് വേണ്ടിയിട്ട് മാത്രമാണോ? ഇവിടെ നമ്മൾ പറയുമ്പോൾ ഒരു ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്യാണ് അല്ലേ? നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഒരു AI യൂസ് ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയന്റെ യൂസും കാര്യങ്ങൾ അതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു ടെക്നോളജിയും കൾച്ചറും സോഷ്യലും ഇതിലെല്ലാത്തിലും ചേഞ്ച് വരുന്നുണ്ട് ഈ പോസ്റ്റ് ബിഹേവിയറൽ സയൻസ് ഇറ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ എത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ തിയറീസും അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷനും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ബേസിക്കലി 2 ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞു, സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. ആൻഡ് ദെൻ ലീഡർഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്, ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ, ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദെൻ ലെസിഫെയർ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഇനി തിയറീസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി വരുന്നുണ്ട്, ഹ്യൂമൻ റിലേഷൻഷിപ്പ് അപ്രോച്ച് വരുന്നുണ്ട്, ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് വരുന്നുണ്ട്, ദെൻ ക്രിട്ടിക്കൽ എഡ്യൂക്കേഷണൽ തിയറി വരുന്നുണ്ട്, ദെൻ പോസ്റ്റ് ബിഹേവിയറൽ സയൻസ് ഇറ വരുന്നുണ്ട്. ഇതിൽ തന്നെ ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി പറയുമ്പോൾ നമ്മൾ അതിനെന്താണ് 2 ടൈപ്സ് ആക്കുന്നുണ്ട്, സയന്റിഫിക് മാനേജ്മെന്റ് തിയറി, ഫെഡറിക്കിന്റെ സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയും അതേപോലെ തന്നെ ഹെൻറിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറിയും വരുന്നുണ്ട്. പിന്നെ ഒരു ഡിവിഷൻ വരുന്നത് ബിഹേവിയറൽ സയൻസ് അപ്രോച്ചിലല്ലേ. ഓക്കെ, മാസ്ലോവിന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് വരുന്നുണ്ട്, ദെൻ മിക്ഗ്രെഗറിന്റെ തിയറി ഓഫ് X and Y വരുന്നുണ്ട്.